ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ എമ്പുരാൻ കാണാൻ പോവാണ്. നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു ഫിലിമാണ് കേട്ടോ എമ്പുരാൻ. എൻ്റെ മൂത്ത മോള് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾ ലൂസിഫർ കാണുന്നത്. അപ്പം വീണ്ടും 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ എമ്പുരാൻ റിലീസാവുന്നത്. അപ്പോൾ അതേ എനിക്ക് രണ്ടാമത്തെ മോളായി. ഞങ്ങളിപ്പോൾ എമ്പുരാൻ കാണാൻ വേണ്ടി പോവാണ്. ഞായറാഴ്ചയായിരുന്നു. 5:30 കേട്ടോ ടിക്കറ്റ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളവിടെ പുതിയതായിട്ട് പത്തനംതിട്ടയിൽ ഒരു ക്യൂട്ടി പൈ തുടങ്ങിയിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. നമ്മുടെ KFCയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ കയറിയിട്ടൊരു കേക്ക് മേടിച്ചു. ഞങ്ങൾ ഓൾറെഡി ചങ്ങനാശ്ശേരിയിലൊക്കെ ക്യൂട്ടി പൈയിൽ സ്ഥിരം കസ്റ്റമേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരുടെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് കേക്ക് വാങ്ങിയിട്ട്, അപ്പോൾ മോളുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചു. എന്തൊക്കെ വാങ്ങണം എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു. ഇതാണ് അവരുടെ കേക്ക്. 80 രൂപയുടെ ഒരു കേക്കാണ്. ഇതിന് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ അതിനേക്കാളും ടേസ്റ്റാണ്. ഡ്രീം കേക്കിനെയൊക്കെ പോലെ ഇരിക്കുന്നൊരു കൺസിസ്റ്റൻസിയാണ്. ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര സ്വീറ്റ്, ഭയങ്കര രുചിയുള്ള കേക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളപ്പോൾ ഇത് കണ്ടപ്പോൾ അത് വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ വച്ചിട്ടത് കഴിച്ചു. കാരണം ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം അത് പെട്ടെന്ന് ഇതായിപ്പോവും, മെൽറ്റായിപ്പോവേ. അതുകൊണ്ട് അത് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ദേ ടൗണിലേക്കൊക്കെ കയറി. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയായിരുന്നേ. തിരക്കായിരിക്കും എന്ന് അച്ചാച്ചൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ തിയേറ്ററിലിരുന്ന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. കാരണം അവിടെ ഭയങ്കര വിലയാണ്, ഒന്നും കൊള്ളുകയില്ല. അപ്പം നമ്മൾ ചക്കയുപ്പേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. ഇല്ലേ പിള്ളേരിങ്ങനെ ചോദിക്കില്ലേ. അപ്പോൾ ഈ ഹോം മെയ്ഡ് അവർ തന്നെ ഉണ്ടാക്കുന്ന കുറുക്കുറയാണേ. ഇതെല്ലാം ഈ 3 സാധനത്തിനും കൂടി 200 രൂപ അടുപ്പിച്ചേ ആയിട്ടുള്ളൂ. ആ വറക്കുന്നിടത്തു നിന്ന് വാങ്ങിയതായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് അവിടെ നിന്നപ്പോൾ ഇത് പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, എനിക്കിഷ്ടപ്പെട്ട രണ്ടുപേരും ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അത് ലാലേട്ടനും രാജുവേട്ടനുമാണ് കേട്ടോ. ഞാൻ രണ്ടുപേരുടെയും ഭയങ്കര ഫാനാണ്. ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പോലീസുകാരൻ ഞങ്ങളെ പിന്നെ പാർക്ക് ചെയ്തെടുത്തു എന്ന് പറഞ്ഞു വിട്ടു. പിന്നെ ഞങ്ങൾ തിരിച്ചു വരേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടാണ് വീണ്ടും അവിടെ ചെന്നത്. അപ്പോൾ അതേ ഇങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ആദ്യത്തെ ഷോ വിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഞങ്ങളോട് സ്ക്രീൻ 1 ആണോ 2 ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ ഇടിച്ചു തള്ളി അകത്ത് കയറി കഴിഞ്ഞിട്ട് നമ്മൾ പോപ്കോണും ഒക്കെ വാങ്ങിയിട്ട്, അവൾക്ക് പോപ്കോൺ നിർബന്ധമാണ്. അപ്പോൾ എൻ്റെ അമ്മയുണ്ടായിരുന്നേ. കൊച്ചും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ സിനിമ ഒക്കെ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷത്തിലിരുന്ന് ഇൻ്റർവെല്ലിന് ഇത് കോഫിയും ഇതും പോപ്കോണൊക്കെ വാങ്ങി. എനിക്ക് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും പറഞ്ഞു ലൂസിഫർ വെച്ച് നോക്കുമ്പോൾ പടം കൊള്ളില്ല എന്നൊക്കെ. പക്ഷേ പേഴ്സണലി എനിക്ക് അതിൻ്റെ മേക്കിങ്ങും രീതിയും അവർ പറയുന്ന സംഭവങ്ങളും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. സിനിമയായിട്ട് കണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.